നമസ്കാരം. പ്രത്യേകിച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ജൂൺ 3 കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ പങ്കുവയ്ക്കുകയാണ്. മറ്റൊന്നുമല്ല, വിദ്യാലയങ്ങളിലായാലും ഓഫീസ് സ്ഥലങ്ങളിലായാലും അധ്യാപകരായാലും ദൈനംദിനമായി ഉപയോഗിക്കുന്ന ഒന്നാണ് പേന എന്നൊരു സംഗതി. ഇതിലുണ്ടായ ഒരു ചിന്ത എന്ന് പറയുന്നത്, വിദ്യാർത്ഥികളായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, ഉദ്യോഗസ്ഥരായിക്കോട്ടെ, നിത്യേന ഉപയോഗിക്കുന്ന ഈ പേന അവരെവിടെയാണ് കളയുന്നത് എന്നൊരു ചിന്ത എന്നിലുണ്ടായി. അപ്പൊ ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഈ പേനയെല്ലാം മുഴുവനായി ശേഖരിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയ്ക്ക്, അതായത് നമ്മുടെ റീഫിൽ കഴിയുന്ന പേന, മഷി കഴിയുന്ന പേന, ഇതെല്ലാം വലിച്ചെറിയാതെ മുഴുവനായി ഒരു ബോക്സിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് അത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയാണെങ്കിൽ തീർച്ചയായും പ്ലാസ്റ്റിക് പേനകളുടെ വലിച്ചെറിയൽ ഒഴിവാക്കാം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു ഉപകരണം എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പെൻ പോയിന്റ് എന്നൊരു ബോക്സ്. ഈ ഒരു ബോക്സിൽ നമ്മുടെ മഷി കഴിയുന്ന പേനകൾ അത് വലിച്ചെറിയാതെ തന്നെ ഈ പെൻ പോയിന്റിന്റെ ബോക്സിലേക്ക് നിക്ഷേപിച്ച ശേഷം മുഴുവനായിട്ടും ബോക്സ് നിറയുമ്പോൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക എന്നുള്ളതാണ് ഈ പെൻ പോയിന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികളായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, ഉപയോഗിക്കുന്ന പേനകൾ നമ്മൾ എവിടേക്കാണ് വലിച്ചെറിയുന്നത്? പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവര് കിട്ടുന്ന വഴികളിലൊക്കെ ഈ പേനകൾ വലിച്ചെറിയുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഒരുപാട് പ്ലാസ്റ്റിക് പേനകൾ നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം നമുക്ക് വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ്. അപ്പൊ പേനകള് മുഴുവനായിട്ടും സ്കൂൾ തലങ്ങളിൽ ഒരു ബോക്സിലേക്ക് ശേഖരിച്ചുകൊണ്ട് ഹരിതകർമ്മസേനക്കാര് അത് പിക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ പേനകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും. ഈ ബോക്സിന് മുകളിലായിട്ട് നമ്മൾ ചെറിയൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഈ ഹോളിനുള്ളിലേക്കാണ് നമ്മുടെ റീഫിൽ കഴിഞ്ഞ അല്ലെങ്കിൽ മഷി കഴിഞ്ഞ പേന ഇടേണ്ടത്. ഇങ്ങനെ നിരവധി പേനകൾ ഇതിനുള്ളിലേക്ക് ഇട്ട് ഇത് കംപ്ലീറ്റ് നല്ല രീതിയിൽ ഫില്ലാവുന്ന സമയത്ത് ഹരിതകർമ്മസേനക്കാർക്ക് കൈമാറാം. ഒരു ലോക്ക് സിസ്റ്റം കൂടെ അതിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേന ഫുള്ളായിട്ട് അതിൽ ഫില്ല് ചെയ്യുന്നത് വരെ അത് പുറത്തേക്ക് വരില്ല. നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം ആ പേന ഹരിതകർമ്മസേനക്കാർക്ക് കൈമാറാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. ഒരു ചാക്കിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ആക്കിയിട്ട് അവരുടെ കൈകളിൽ കൊടുക്കാം. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പേനകളും ഹരിതകർമ്മസേനക്കാര് അവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുത്തിട്ട് പോകുമ്പോൾ അവരത് തീർച്ചയായിട്ടും എടുത്തിട്ട് പോകും. അപ്പോൾ ഈ വലിച്ചെറിയൽ പ്രക്രിയ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ആ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മൾ ഈ പെൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഓഫീസ് സ്ഥലങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പരിസര പ്രദേശങ്ങളെല്ലാം വൃത്തിയാക്കുന്ന സമയത്ത് നമുക്കതൊരു വെല്ലുവിളിയായിരുന്നു പേന പെറുക്കിയെടുക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഐഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്ന് ഒരു മുക്തി നേടാൻ കഴിയും. ഇതുമായിട്ട് നമ്മൾ നേരെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമുക്കറിയാം, ജൂൺ 3 എല്ലാ ഭാഗങ്ങളിലും സ്കൂൾ തുറക്കുന്ന പ്രവേശനോത്സവത്തിന്റെ ഒരു ഗംഭീര ആഘോഷമാണ്. നേരെ സ്കൂളിലേക്ക് എത്തി. സ്കൂളിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ. ടീച്ചർമാർ അറേഞ്ച്മെന്റ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പ്രവേശനോത്സവമാണ്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു അടിപൊളി പരിപാടിയാണ്. ആദ്യ ദിവസം സ്കൂളിലേക്ക് എത്തുമ്പോൾ വളരെ കൗതുകത്തോടും ആശങ്കാകുലരായിട്ടൊക്കെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തും. അപ്പോൾ അവരെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു പരിപാടി വെച്ചാൽ നമ്മൾ ഈ സ്പോട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂളിൻ്റെ മുന്നിൽ തന്നെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ സുനിലേട്ടൻ എത്തിയിട്ടുണ്ട്. സുനിലേട്ടനാണ് നമുക്കിത് ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. പുള്ളി പണിയുടെ തിരക്കിലാണെങ്കിലും നമ്മൾ വിളിച്ചപ്പോൾ ഓടി വന്നു. ആ ഒരു കാര്യത്തിൽ സുനിലേട്ടനോട് വളരെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു ആശയം പറഞ്ഞ സമയത്ത് ഇത് നിർമ്മിച്ചു തന്ന നമ്മുടെ മഹേഷ് ഏട്ടനാണ്, പടിഞ്ഞാറ വീട്ടിലെ. അദ്ദേഹത്തോടും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ സുനിലേട്ടൻ പണി തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഫിറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ അനിൽ സാറും നമ്മുടെ പിയൂൺ ഗിരീഷ് ചേട്ടനും നമ്മുടെ കൂടെയുണ്ട്. എന്തായാലും അവർക്ക് വളരെ ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നു എന്നുള്ളത് തന്നെ. പിന്നെ സ്കൂളും പരിസരമൊക്കെ നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പ്രവേശനോത്സവത്തിന്റെ ഭാഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ തോമസ് മാഷ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസംഗിക്കല്ല, കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മുൻ അധ്യാപകനാണ്, അതേപോലെ MUP സ്കൂളിന്റെ മാനേജറും കൂടെയാണ്. പ്രവേശനോത്സവമൊക്കെ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വലിയ സപ്പോർട്ട് നമ്മുടെ ചാനലിൽ. ഓക്കെ, ബൈ.